2024 ഏപ്രിലിൽ ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യം ഏത്? ഇക്വഡോർ പ്രസിഡന്റ് ഡാനിയൽ നൊബോവയാണ് ഇക്വഡോറിൻ്റെ പ്രസിഡന്റ്. 2024 ഏപ്രിലിൽ ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. അടുത്തിടെ സ്വീഡിഷ് ഗവേഷകർ ആറ്റത്തിൻ്റെ കനത്തിൽ നിർമ്മിച്ച സ്വർണ്ണപ്പാളി ഏത്? ഗോൾഡൻ. എന്താണ് ഗോൾഡൻ? അടുത്തിടെ സ്വീഡിഷ് ഗവേഷകർ ആറ്റത്തിൻ്റെ കനത്തിൽ നിർമ്മിച്ച സ്വർണ്ണപ്പാളിയാണ് ഗോൾഡൻ. 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് ആര്? 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സുബിൻ അമ്പിത്തറയിലിനാണ് 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹത നേടിയത്. ഉച്ചാന്തല മേലെ പുലർക്കാലെ എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം. ഉച്ചാന്തല മേലെ പുലർക്കാലെ എന്ന കാവ്യസമാഹാരത്തിനാണ് സുബിൻ അമ്പിത്തറയിലിന് ആശാൻ യുവകവി പുരസ്കാരം ലഭിച്ചത്. ഏതാണ് കൃതി? ഉച്ചാന്തല മേലെ പുലർക്കാലെ. ചൈനയിൽ നടന്ന ഫോർമുല 1 ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് മാക്സ് വെസ്റ്റപ്പനാണ്. ചൈനയിൽ നടന്ന ഫോർമുല 1 ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് മാക്സ് വെസ്റ്റപ്പൻ. ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ മേധാവി ആരാണ്? നളിൻ പ്രഭാത്. ദേശീയ സുരക്ഷാ സേനയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ അതായത് NSGയുടെ പുതിയ മേധാവിയാണ് നളിൻ പ്രഭാതാണ് NSGയുടെ പുതിയ മേധാവി. 2024 UN പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം എത്ര? 71 വയസ്സാണ് 2024 UN പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം. 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് കെ ഫോണിനാണ്. 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് കെ ഫോണിന്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കെ ഫോണിൻ്റെ പൂർണ്ണരൂപം. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ഏത്? ട്രാൻസ്മുദ്രയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി. ട്രാൻസ്മുദ്രയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി. 2024 ഏപ്രിലിൽ ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോറിൻ്റെ പ്രസിഡന്റാണ് ഡാനിയൽ നൊബോവ. അടുത്തിടെ സ്വീഡിഷ് ഗവേഷകർ ആറ്റത്തിൻ്റെ കനത്തിൽ നിർമ്മിച്ച സ്വർണ്ണപ്പാളിയാണ് ഗോൾഡൻ. 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അമ്പിത്തറയിലിനാണ് ഉച്ചാന്തല മേലെ പുലർക്കാലെ എന്ന കാവ്യസമാഹാരത്തിന്. ചൈനയിൽ നടന്ന ഫോർമുല 1 ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് മാക്സ് വെസ്റ്റപ്പനാണ്. ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ മേധാവി നളിൻ പ്രഭാതാണ്. 2024 UN പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 71 വയസ്സാണ്. 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് കെ ഫോണിനാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റിയാണ് ട്രാൻസ്മുദ്ര. ലോക ഭൗമദിനം ഏപ്രിൽ 22 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്താണ്? പ്ലാനറ്റ് വേഴ്സ് പ്ലാസ്റ്റിക്സ് എന്നതാണ് 2024 ലോക ഭൗമദിന പ്രമേയം. എന്താണ് പ്രമേയം? പ്ലാനറ്റ് വേഴ്സ് പ്ലാസ്റ്റിക്സ്. 2023 പ്രമേയമാണ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്ന 2023 പ്രമേയമാണ്. 2024 പ്രമേയമാണ് പ്ലാനറ്റ് വേഴ്സ് പ്ലാസ്റ്റിക്സ്. ഐക്കൺസ് ഓൺ മൈ ലിറ്ററേച്ചർ, കുൺകോലിം, കാവി ആർട്ട്, വികസിത് ഭാരത്, കാനക്കോണ, ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്നീ പുസ്തകങ്ങൾ PS ശ്രീധരൻപിള്ളയുടേതാണ്. PS ശ്രീധരൻപിള്ളയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് നമ്മളിനി പഠിക്കുന്നത്. ഐക്കൺസ് ഓൺ മൈ ലിറ്ററേച്ചർ, കുൺകോലിം, കാവി ആർട്ട്, വികസിത് ഭാരത്, കാനക്കോണ, ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ. ഇതൊക്കെ ആരുടെ പുസ്തകങ്ങളാണ്? PS ശ്രീധരൻപിള്ളയുടെ പുസ്തകങ്ങളാണ്. 2024 ഏപ്രിൽ ഹസ്വാൽ 1 RA3
പ്യോൾജി 1-2 എന്നീ അത്യാധുനിക മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് ഉത്തര കൊറിയ. ഉത്തര കൊറിയ വിജയകരമായി പരീക്ഷിച്ച മിസൈലുകൾ ഏതൊക്കെയാണ്? ഹസ്വാൽ 1, RA-3, ഹസ്വാൽ 1, RA-3, പ്യോൾജി 1-2, ഹസ്വാൽ 1, RA-3, പ്യോൾജി 1-2 എന്നീ അത്യാധുനിക മിസൈലുകളാണ് ഉത്തര കൊറിയ വിജയകരമായി 2024 പരീക്ഷിച്ചത്. കാൻഡിഡേറ്റഡ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആര്? കാൻഡിഡേറ്റഡ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ധൊമ്മരാജു ഗുഗേഷ്. 17 വയസ്സുള്ള ധൊമ്മരാജു ഗുഗേഷ് ആണ് കാൻഡിഡേറ്റ്സ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെൻറ്റ് ജയിക്കുന്ന ഇന്ത്യക്കാരനാണ് ഗുഗേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെൻറ്റ് വിജയിക്കുന്ന ഇന്ത്യക്കാരനാണ് ഗുഗേഷ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഡി ഗുഗേഷിൻ്റെ പേരിലായിരിക്കും ഉണ്ടാവുക. 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയമാണ് പ്ലാനറ്റ് വേഴ്സ് പ്ലാസ്റ്റിക്സ്. 2023 പ്രമേയമാണ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. ഐക്കൺസ് ഓൺ മൈ ലിറ്ററേച്ചർ, കുണ്ട് കോലിംഗ്, കാവിയാട്ട്, വികസിത് ഭാരത്, കാനക്കോണ, ഹെവൻലി എലൻസ് ഓഫ് കോവ ഇതൊക്കെ PS ശ്രീധരൻപിള്ളയുടെ പുസ്തകങ്ങളാണ്. 2024 ഏപ്രിലിൽ ഹസ്വാൽ 1, RA-3, പ്യോൾജി 1-2 എന്നീ അത്യാധുനിക മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് ഉത്തര കൊറിയ. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ധൊമ്മരാജു ഗുഗേഷ്. ലോക പുസ്തക ദിനം ഏപ്രിൽ 23 2024 പ്രമേയം എന്താണ്? റീഡ് യുവർ വേ. റീഡ് യുവർ വേ എന്നതാണ് 2024 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയം. റീഡ് യുവർ വേ. 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? സ്ട്രാസ്ബർഗ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. 2023 ലോക പുസ്തക തലസ്ഥാനം ഗാനയിലെ അക്രയായിരുന്നു. 2023 ലോക പുസ്തക തലസ്ഥാനമായിരുന്നത് ഗാനയിലെ അക്രയാണ്. എന്നാൽ 2024 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. ഏപ്രിൽ 23 ലോക പുസ്തക ദിനമാണ്. 2024 പ്രമേയം എന്താണ്? റീഡ് യുവർ വേ. തീവണ്ടികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതി ഏത്? റെയിൽ നീർ. തീവണ്ടികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ്റെ IRCTCയുടെ നിയന്ത്രണത്തിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതിയാണ് റെയിൽ നീർ. 2003 റെയിൽ നീർ എന്ന പദ്ധതി നിലവിൽ വന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. എന്താണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്? തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പോളിംഗ് ശതമാനം 2 മണിക്കൂർ ഇടവിട്ട് വോട്ടർ ടേൺ ഔട്ട് ആപ്പിൽ ലഭ്യമാകും. IPLൽ 200 വിക്കറ്റ് സ്വന്തമാക്കുന്ന ആദ്യ ബൗളർ ആര്? യുസ്വേന്ദ്ര ചഹൽ. രാജസ്ഥാൻ റോയൽസിൻ്റെ യുസ്വേന്ദ്ര ചഹലാണ് IPLൽ 200 വിക്കറ്റ് സ്വന്തമാക്കുന്ന ആദ്യത്തെ ബൗളർ. 2024 ഏപ്രിൽ പ്രളയത്തെ തുടർന്ന് നാശനഷ്ടമുണ്ടായ ഇന്ത്യയുടെ അയൽരാജ്യമാണ് ചൈന. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് നൈമ ഖാത്തൂനാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത്. 2024 ലോക പുസ്തക ദിനത്തിൻ്റെ പ്രമേയമാണ് റീഡ് യുവർ വേ. 2024 ലോക പുസ്തക തലസ്ഥാനമാണ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. 2023 തലസ്ഥാനം ഘാനയിലെ അക്രയായിരുന്നു. തീവണ്ടികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതിയാണ് റെയിൽ നീർ. തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. IPLൽ 200 വിക്കറ്റ് സ്വന്തമാക്കുന്ന ആദ്യ ബൗളറാണ് യുസ്വേന്ദ്ര ചഹൽ.
2024 ഏപ്രിലിൽ പ്രളയത്തെ തുടർന്ന് നാശനഷ്ടമുണ്ടായ ഇന്ത്യയുടെ അയൽരാജ്യം ചൈനയാണ്. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് നൈമ ഖാത്തൂനാണ്. ഓക്കെ.